നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഹെഡ് ബാൻഡ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? എങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. നമുക്കിതാ ഈ ഹെഡ് ബാൻഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റെൻസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ മോഡൽ നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ കിട്ടും. അത് അവൈലബിൾ ആണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഇതുപോലെ 2 ഷീറ്റാണ്. ഇത് ഗ്ലിറ്റർ ചങ്കി ലെതർ ഷീറ്റ് എന്ന് പറയും. ഇതിൻ്റെ 2 ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് നല്ല കട്ടിയുള്ള ചങ്കി ഷീറ്റും പിന്നെ ഒരെണ്ണം പേസ്റ്റൽ ഷെയ്ഡിൽ കുറച്ച് തിന്നായിട്ടുള്ള ഷീറ്റുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കുറച്ച് പോളൻസാണ്. അതുപോലെ ഒരു മൾബറി ഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സും എടുത്തിട്ടുണ്ട്. നമുക്ക് എംബലിഷ്മെൻറ്റ്സ് ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സും ഫ്ലവറും എടുത്തിട്ടുണ്ട്. അതുപോലെ വേണ്ടതാണ് ഈ നൈലോൺ ബാൻഡ്. അത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ആ സ്റ്റെൻസിൽ എടുത്ത് നമുക്ക് ആ തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതിൽ ട്രേസ് ചെയ്തെടുക്കാം. ഈ പീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ബാൻഡിൻ്റെ മേലെ വരുന്ന പോർഷനാണ്. നമുക്ക് ആദ്യം ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇത് ട്രേസ് ചെയ്ത് എടുക്കാം. ഇനി നല്ല ഷാർപ്പായിട്ടുള്ളൊരു സിസേഴ്സ് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഈ സ്റ്റെൻസിലിൻ്റെയും ഷീറ്റിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടൗട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി എപ്പോഴും നമ്മൾ ഈ ഷീറ്റ് യൂസ് ചെയ്ത് ഹെഡ് ബാൻഡ്സ് ഉണ്ടാക്കുമ്പം എപ്പോഴും അതിൻ്റെ എഡ്ജസ് ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിന് നമ്മളൊരു ലൈറ്റർ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ എഡ്ജസിലൊക്കെ ഉള്ള കുറച്ച് നൂലുകളൊക്കെ ഇങ്ങനെ പൊങ്ങിയിരുന്നിട്ട് നമ്മുടെ വർക്കിന് ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബേസ് ഒന്ന് സ്റ്റേഡി ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫെൽറ്റ് ഷീറ്റിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അത് ഭയങ്കര തിന്നായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റേഡി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫെൽറ്റ് ഷീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് നമുക്കൊരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ആ ഫെൽറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഫെൽറ്റിൽ ബാക്കി വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പം നമ്മുടെ ബേസ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട ഏറ്റവും മുകളിലുള്ള ആ പോർഷൻ ഒന്ന് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ 2 എൻഡ്സും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ആദ്യം തന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ എഡ്ജിൽ മാത്രം കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് അത് നേരെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഈ 2 സൈഡും ഒട്ടിച്ചതിന് ശേഷം മാത്രമാണ് ആ സെൻറ്ററിലുള്ള പോർഷൻ നമ്മൾ ഒട്ടിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ആ അപ്പർ പോർഷൻ്റെ ഷേപ്പിലൊക്കെ നല്ല വ്യത്യാസം വരും. ഇതുപോലെ ആ സെൻറ്റർ പോർഷൻ അതിൻ്റെ മേലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതേ സെയിം മെത്തേഡിൽ തന്നെ അടുത്ത സൈഡും നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് നമ്മുടെ ആ ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഗ്ലൂ തേച്ചിട്ട് നോർമലായിട്ട് ഒട്ടിക്കുന്ന പോലെ ചെയ്താൽ മതി. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഞാനെപ്പോഴും ആ ബേസിൻ്റെ സെയിം കളറാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാറ്. ഇത് നമ്മളൊരു ലൈറ്റർ വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കണം. ഇത് ആണ് നമ്മൾ നമ്മുടെ ബോയിൻ്റെ സെൻറ്റർ പീസായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് നേരെ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെഡ് ബാൻഡിൻ്റെ മെയിൻ പാർട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നേരെ ഒരു നൈലോൺ ബാൻഡിലേക്ക് ഒട്ടിക്കാം. നൈലോൺ ബാൻഡ് അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഫോൾഡ് ഓവർ ഇലാസ്റ്റിക് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഫാൻസി ആയിട്ടുള്ള എലാസ്റ്റിക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു എലാസ്റ്റിക് എടുത്താലും മതി. പക്ഷേ ന്യൂ ബോണിനായാലും എല്ലാവർക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു നൈലോൺ ബാൻഡാണ് കേട്ടോ. ഇത് ഭയങ്കര സ്ട്രെച്ചബിളും ഒക്കെ സോഫ്റ്റും ആയതുകൊണ്ട് കുട്ടികൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇനി നമുക്ക് ആ ഒരു മൾബറി ഫ്ലവർ ഞാൻ ആ ഒരു ബോർഡ് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു 5 സ്ട്രാൻഡ് പോളൻ എടുക്കുന്നുണ്ട്. ഈ പോളൻ പല ടൈപ്പിൽ ഷേപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പല കളറിലും കിട്ടും. അപ്പം ഞാൻ എടുത്തേക്കുന്ന പോളൻ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു ബഞ്ച് പോലെ ആക്കുന്നുണ്ട്. അതിന് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഇതുപോലെ ആക്കിയതിന് ശേഷം കൈ വെച്ച് ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നല്ല ചൂടുണ്ടാകും. അത് നോക്കിയിട്ട് വേണം ട്വിസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഇതൊരു ബഞ്ച് പോലെ ആയിട്ടുണ്ട്. ഞാൻ ആ ടെയിലെൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് നേരെ ആ ഫ്ലവറിന് തൊട്ടടുത്തായിട്ട്
ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ സ്റ്റോൺസും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഗ്ലൂ ഗൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് B7000 എന്നോ 6000 എന്ന് പറയുന്ന ആ ഒരു ഗ്ലൂ കൂടി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഗ്ലൂ ഗൺ എടുക്കാൻ കാരണം എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ സ്റ്റിക്ക് ഉള്ളത് കൊണ്ടാണ് ഈ സെയിം ഗ്ലൂ ഗൺ ഞാൻ എടുക്കുന്നത്. നോർമൽ കിട്ടുന്ന ഗ്ലൂ ഗണ്ണിൽ നമുക്ക് ഇങ്ങനെ മെറ്റൽസോ ഒന്നും ഒട്ടിക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ സ്റ്റിക്സ് കിട്ടും. അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ മെറ്റലും ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഒട്ടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലൂ തന്നെ എടുക്കണം. നമ്മുടെ ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഞാനത് AI-യുടെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് ഒരു ബേബിയുടെ തലയിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പിക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്